ചേട്ടന്റെ കൂടെ അഭിനയിച്ച ഒത്തിരി നായികമാരുണ്ട് അല്ലെ? ഒത്തിരി നായികമാരുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട നായികാരായിരുന്നു? ചേച്ചി നോക്കണുണ്ടോ കേട്ടോ? അഭിനയത്തിൽ ഉർവശിയായിരുന്നു. നിങ്ങൾ അഭിനയിച്ച സിനിമകളെല്ലാം അങ്ങനത്തെ സിനിമകളുമായിരുന്നു അല്ലെ? ഉർവശിയായിട്ടുള്ള അഭിനയിച്ച സിനിമകളിൽ അഭിനയിച്ച് പെൺമട്ടിടുന്ന താറാവ്, തലയാണ മന്ത്രം. കല്യാണ മന്ത്രത്തിൽ ഭയങ്കര രസകരമായ സീനുകൾ ഒത്തിരി ഉണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഉർവശി ചേച്ചി എന്റെ ഇന്റർവ്യൂവിൽ കാര്യം പറഞ്ഞോളൂ, സിനി ചേട്ടന്റെ തമാശകളെ കുറിച്ച്. കല്യാണ മന്ത്രത്തിലുള്ള സംഭവമൊക്കെ എന്റെ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ. ഇന്നലെ ഒരു പടം റിലീസായിരുന്നു ഉർവശി ചേച്ചിയുടെ. അതില് അതിന്റെ കുറെ ഓർമ്മകൾ, സിനി ചേട്ടനുള്ള ഓർമ്മകളൊക്കെ രസകരമായ. അത്തരം ഒരു നടനില്ല, എല്ലാം ദേഷ്യത്തിലുണ്ടെങ്കിലും അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞ് നമ്മളെടുത്ത് മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിയാന്നൊക്കെ പറഞ്ഞു. ദേഷ്യം ഉണ്ടെങ്കിലും അത് ചിരിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്ക് ദേഷ്യമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നില്ല എന്ന് പറയണം. അപ്പോ അതിന് നല്ല പരസ്യം കൊടുക്കണം, എന്നെ പൊക്കി പറയുന്നതിന്റെ. എനിക്കത് ഭയങ്കര ഇഷ്ടം, എന്നെ ഇറങ്ങി പൊക്കി പറയുന്നത്. അവരാണെന്ന് പറയാറില്ല. അല്ല, ഇപ്പൊ ശ്രീചേട്ടൻ നമ്മളല്ലോ, എനിക്ക് അഭിനയത്തില് ഏറ്റവും നല്ല ഉർവശിയാണെന്ന് തന്നെ പറയുന്നുണ്ടല്ലോ. അതെ, എപ്പോഴും പറയാറുണ്ടല്ലേ? അത് അതിന്റെ എന്താ വെച്ചാല്, മോഹൻലാലിന് വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കഥ ഉണ്ടാക്കാൻ വേണ്ടി ഞാനും സത്യനന്ദിക്കാട്ടും കൂടി ശ്രീവത്സം എന്ന് പറഞ്ഞൊരു പിന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഗുരുവായൂര്, അവിടെ ഇരിക്കുകയാണ്. എന്നുവെച്ചാൽ പ്രൊഡ്യൂസർ അവിടുത്തെ വരുന്ന ശശി, മുന്ദ്ര. അതുകൊണ്ടാണ് അവിടെ പോയത്. അപ്പൊ മോഹൻലാലിന് വേണ്ടിയിട്ട് കഥയുണ്ടാക്കി. ആ കഥ ഇന്ന് വരെ സിനിമ ആയിട്ടില്ല, എന്നെങ്കിലും ഇനിയും ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴെങ്കിലും എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ ഒരു കഥയാക്കാൻ പറ്റുമെന്ന് ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. മോഹൻലാലിന്റെ ക്യാരക്ടർ ഒരു തഹസിൽദാരാണ്. പുള്ളിയുടെ നേതൃത്വത്തിൽ ഒരു വീട് ജപ്തി ചെയ്യുകയാണ്. അതാണ് കഥയുടെ ലൈൻ. അപ്പൊ ആ ജപ്തി ചെയ്യുന്ന വീട്ടിലെ കഥാപാത്രങ്ങൾ പുള്ളിയുടെ തലയിലാകാണ്. അവരുടെ പ്രശ്നങ്ങളും ഏറ്റെടുക്കുന്ന ദുരിതത്തിലേക്ക് വരുന്നതാണ്. ഇയാൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്താറില്ല, പക്ഷെ ഇയാളുടെ തെരഞ്ഞില്ലാവും. ഇയാള് ഉദ്യോഗസ്ഥന് ജപ്തി ചെയ്യുമ്പോൾ ഇയാൾ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ കഥയില് മോഹൻലാൽ ഡേറ്റ് മാറ്റിക്കൊണ്ടേയിരുന്നു. നായിക ഉർവശിയാണ്, തീരുമാനിച്ചിട്ടുണ്ട്. മോഹൻലാൽ ഡേറ്റ് മാറ്റിക്കൊണ്ടേയിരുന്നു. ഓരോ തവണ അടുത്ത മാസം ഇപ്പൊ ഓരോ തവണ വേറെ പടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അതെ, സത്യനന്ദിക്കാട് ഉർവശിയെ വിളിച്ചിട്ട് അവരുടെ ഡേറ്റ് മാറ്റാൻ ഇടക്കിടക്ക് പറഞ്ഞ് മടുത്ത്. മനസ്സിലായി. അങ്ങനെ ഒരു ദിവസം മോഹൻലാൽ ഡേറ്റ് മാറ്റിയപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് മോഹൻലാലില്ലാത്തൊരു കഥയാലോചിക്കാം, ഉർവശിയോട് ഇനി പറയാൻ പറ്റില്ല, അതുകൊണ്ട് ഉർവശി നായികയായിട്ടുള്ള ഒരു കഥ എന്തെങ്കിലും ആലോചിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് മോഹൻലാൽ എന്നെ വിളിച്ചിട്ടുണ്ട്. ആ സമയത്ത് സത്യേട്ടനോടൊന്ന് പറയുന്ന വൃത്തികേടുകൊണ്ടാണ് ഞാനപ്പോ പറഞ്ഞ് ഈ വിഷയം എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീരുമാനമെടുക്കണ്ട. നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോണം. അതെ. അപ്പൊ ഉർവശി മെയിൻ കഥാപാത്രമായിട്ടുള്ള ഒരു കഥയ്ക്ക് വേണ്ടി ആലോചിച്ചു. ഒരു ദിവസം രാമന് ഞാൻ പറഞ്ഞ ഒരു കഥ, ഒരു വരി കഥയാണ് പറഞ്ഞത്. അതാണ് സിനിമയായത്. ഞാൻ പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇങ്ങനെയൊന്ന് ആലോചിക്കാം. ഭർത്താവിന്റെ വരുമാനത്തിനും അപ്പുറത്ത് ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു ഭാര്യ. സത്യം പറഞ്ഞാൽ അത് കൊള്ളാമെന്നാണ്. അവനെ അത് നമുക്ക് എടുക്കാം. ഒറ്റ വരിയാണ്. ആ കഥ ഇപ്പൊ എല്ലാവർക്കും ഇത് പേര് വരാതെ പ്രേക്ഷകർക്ക് മനസ്സിലായി ആ സിനിമ ഇപ്പൊ തന്നെ. അതെ, ഞങ്ങള് ഇന്ന് കഥ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് 10 ദിവസത്തിനകം ഷൂട്ടിങ് തുടങ്ങി. തിരുവനന്തപുരത്ത്, ഗുരുവായൂരിൽ നിന്ന് നേരെ തിരുവനന്തപുരത്ത് ഷൂട്ടിങ് തുടങ്ങി. അത്ര പെട്ടെന്ന് അതിന്റെ കഥയുടെ ലൈൻ, കാരണം ചില കഥകൾ അങ്ങനെയാണ്, പെട്ടെന്ന് ഇത് കഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആലോചിക്കാതെ തുടർന്നുള്ള സീനുകൾ
എങ്ങനെ ഇത് ഉണ്ടാവണം എന്നുള്ളതും കൂടി തെളിഞ്ഞു വരും മനസ്സിൽ. ചില കഥകൾക്ക് അങ്ങനത്തെ ഗുണമുണ്ടോ, ചില കഥകളിൽ നമ്മൾ പെട്ടുപോകും ചിലപ്പോ. അപ്പൊ അത്തരമുണ്ടായ ഒരു കഥകളാണ്. അങ്ങനെ ഒത്തിരി നല്ല കഥകൾ ഇനിയും ഉണ്ടാകണം. ഇനിയിപ്പം എനിക്ക് അതൊക്കെയാണ് ആവശ്യം. നിങ്ങളും ഗാന്ധി സെക്രട്ടേറിയറ്റിന്റെ സംഭവത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഉണ്ടാവുന്ന പേര് അവര് സത്യന്റെ മുകളിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു കോളനി, അവിടെ പല തരത്തിലുള്ള കഥാപാത്രങ്ങൾ, കള്ളുമുടിയന്മാർ, പൈങ്കിളിന് അവിടെ ഇടുന്ന ആള്, അങ്ങനെ ആൾക്കാരൊക്കെ താമസിക്കുന്ന ഒരു കോളനിയില് കുറെ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നമുക്കൊരു കഥ ഉണ്ടാക്കണം. അതിന്റെ ഗാന്ധി സെക്രട്ടേറിയറ്റ് എന്ന് പേരിടാതെ സത്യം പറഞ്ഞ ആ പേര് കൊള്ളാന്ന്. പിന്നെ അതിനു വേണ്ടി പിടിച്ചപ്പോഴാണ് ആ കഥ ഉണ്ടായത്. ഭക്ഷണം കഴിക്കണ്ടേ? എന്നോണ്ടോ എനിക്ക് ഇനിയും പറയണോ? പൈസ വേണം. പൈസ അല്ല, ഒരു നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞതുപോലെ നല്ല നല്ല സിനിമകൾ, ഒത്തിരി സിനിമകൾ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച, ലാലേട്ടൻ നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നുമുണ്ട്. ഇന്ന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ ബർത്ത്ഡേ ദിവസമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ശ്രീനിച്ചേട്ടന്റെ വീട്ടിലെത്തുകയും ശ്രീനിച്ചേട്ടന്റെ കയ്യിൽ നിന്ന് തന്നെ ആ ഒരു ബർത്ത്ഡേ വിഷസ് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് ഇന്ന് സഫലമായിരിക്കുകയാണ്. ഇവരെ തമ്മിൽ ഒന്നിച്ചുള്ള ഒരു സിനിമ നമുക്കിനി കാത്തിരിക്കാം. ഇനിയും ഒത്തിരി ഒത്തിരി നല്ല കഥകളും മക്കളിലൂടെയാണല്ലോ നമ്മുടെ യാത്ര, അല്ലെ? ഞാന്റെ കൂടെയും പ്രണവ് മോഹൻലാലിന്റെ കൂടെയും വിനീതിന്റെ കൂടെയുള്ള ഒത്തിരി ഒത്തിരി യാത്രകൾ നിങ്ങൾക്ക് ഇനിയും നടത്തട്ടെ. അങ്ങനെ മോഹൻലാലുമായിട്ടുള്ള സിനിമകൾ ഒത്തിരി അല്ലേ നിങ്ങൾ ചെയ്തത്, അല്ലെ? നാടോടിക്കാറ്റൊക്കെ ഒന്ന് ഓർത്താലേ, അല്ലെ? ദാസനും വിജയനും. ഈ ദാസനും വിജയൻ അങ്ങനെ ഒരു പേര്, ആ ഒരു പേരിടാനുള്ള കാരണം, ദാസനും വിജയനും ആ സ്ക്രിപ്റ്റിൽ എഴുതുമ്പോ ആ ഒരു പേരിടാൻ കാരണം മധുരാഷ്ട്രയില് ഞാൻ ചെന്നപ്പോ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കണമെങ്കിൽ എവിടെ താമസിക്കണം, അവിടെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വാടക കൊടുത്ത് താമസിക്കാനുള്ള യാതൊരു വകുപ്പും എനിക്കില്ല, പൈസ ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ നാട്ടിലെ എൻ്റെ സുഹൃത്തായ ദാസൻ എന്ന് പറഞ്ഞവൻ്റെ അവൻ താമസിക്കുന്ന സ്ഥലത്താണ് ഞാൻ പോയി താമസിച്ചത്. അതാണ് ശരിക്കും പറഞ്ഞ ദാസൻ. വിജയന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, വിജയന് എത്രയോ ഉണ്ട്. ദാസൻ അതാണ് എൻ്റെ ശരിക്കും പറഞ്ഞ ഒരു അഭയസ്ഥാനം തന്ന ആ സുഹൃത്തിന്റെ പേരാണ് ദാസൻ. അതെ, അതാണ് ആ പേരിനോട് ഇത്ര പ്രിയം, അല്ലെ? ദാസനോട് ഇത്ര പ്രിയം അതാണ് ആ പേരിനോടുള്ള താല്പര്യം. ആ പേരിന് ഒരു അർത്ഥമുണ്ടായത് അങ്ങനെയാണ്, അല്ലെ? ആ ദാസനും വിജയന്റെയും കൂട്ടുകെട്ടുണ്ടല്ലോ എന്റെ ശ്രീനിച്ചേട്ടാ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും ജോലി എടുത്തത് ആ നിങ്ങളുടെ ആ കൂട്ടുകെട്ട് കാണുമ്പോ ഒക്കെ നമുക്ക് അസൂയായിരുന്നു. ഇനിയും ആളുകൾക്ക് അസൂയ കൊണ്ടാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയൊക്കെ വന്നേ. ഇനി നമുക്ക് അല്ലേ, ഉറപ്പല്ലേ? മോഹൻലാലും ശ്രീനിവാസനും ഒന്നിക്കേണ്ട ഒരു സിനിമ ഉണ്ടാവും, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ആഗ്രഹമുണ്ട്. ഉണ്ട്.